അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്ധാംകുന്നിലമ്മയുടെ പ്രിയപ്പെട്ട പുത്രന്മാരായിരുന്ന ദേവിപ്രസാദും ദേവിദാസനുമാണ് എനിക്ക് പുറകിൽ ഈ കാണുന്നത്. ഈ ആനകളെ ഇത്രത്തോളം മനോഹരമായ രീതിയിൽ കൊത്തിവെച്ച ശില്പി അല്ലെങ്കിൽ വലിയ കലാകാരന്മാർ ഇന്ന് ഈ 10-ാം പൂര ദിവസം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, സ്ഥലം എവിടെ? കോട്ടക്കൽ. എന്താണ്, ആനകളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഈ ഒരു ആനകളെ മാത്രമാണോ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്? ആനകളോട് ചെറുപ്പം മുതലേ നമുക്ക് ആന പ്രേമുണ്ട്. പിന്നെ നമ്മള് ബേസിക്കലി ചെറുപ്പം മുതലേ ശില്പം, ചിത്രകല അങ്ങനെയൊക്കെ അഭ്യസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ആന ശില്പങ്ങൾ അധികം ചെയ്യുന്നത്. ഇതിന് മുൻപും ആനകളുടെ ശില്പങ്ങൾ ചെയ്യാറുണ്ടോ അതോ ആദ്യമായിട്ട് ഈ ആനകളെയാണോ ചെയ്യുന്നത്? മുമ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കേരളത്തിലെ അറിയപ്പെടുന്ന ആനകളുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് അനിയന്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ആനകളെ, ഈ 2 ആനകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഈ ഒരു ഉത്സവത്തിന് അതിന്റെ 2 ശില്പങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ചെയ്തതാണ്. ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ ഒന്ന് ഈ 10-ാം പൂരത്തിനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സിബിറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ എത്ര വർഷമായിട്ട്? ഈ മേഖലയിൽ 10 വർഷമായിട്ട്. ഇത് തന്നെയാണോ പ്രൊഫഷൻ? ഇതാണോ? അഡ്വർടൈസിംഗ് ആണ്. ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ വേറെ ആനകളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ തൃശ്ശൂര് വടക്കുംനാഥൻ ക്ഷേത്രത്തില് ആനയൂട്ട് നടക്കാറുണ്ട്. അവിടെ വർഷം ഞങ്ങള് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യാറുണ്ട് ആനകളുടെ. കഴിഞ്ഞ പ്രാവശ്യം എക്സിബിറ്റ് ചെയ്തത് ചിറക്കൽ കാളിദാസൻ എന്ന് പറഞ്ഞ ആനയുടെ 2.5 അടി ശില്പം ആയിരുന്നു. ആനകളല്ലാതെ മറ്റെന്തെല്ലാം ശില്പങ്ങളാണ് ചെയ്യാറുള്ളത്? ബേസിക്കലി ഞാൻ ഫൈൻ ആർട്സ് കഴിഞ്ഞിട്ട് തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച ആളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് എല്ലാ വർക്കുകളും ചെയ്യാറ്. അപ്പം ഈ ശില്പങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നൽകുന്നുണ്ടോ? നമുക്ക് ഹാൻഡ് മെയ്ഡ് സ്കൾപ്ചർ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മളുടെ സെയിലും കാര്യങ്ങളൊക്കെ മെജോറിറ്റി നടക്കാറ്. ഈ ആനകൾ നിർമ്മിക്കാൻ ഏകദേശം എത്ര ദിവസം എടുക്കും? ഇത് ഓൾമോസ്റ്റ് ഒരു 3 മാസം എടുക്കും. രണ്ടും കൂടി ചെയ്യാൻ. പാലതൂകും കൊമ്പുകളും പകുതി മയങ്ങും മിഴികളുമായി അളവില്ലാത്ത കൗതുകം നിറയ്ക്കുന്ന മണ്ണിലെ അഴകിൻ രൂപം. കാർമേഘം ഭൂമിയിലിറങ്ങിയപ്പോൾ ചന്തമുള്ള കരിവീരനാം ഗജവീരന്മാർ. ദേവിദാസനും ദേവിപ്രസാദും തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ പ്രിയപ്പെട്ട പുത്രന്മാരായിരുന്നു. ആനയോളം പോന്ന അഴകിനെ അതുപോലെ പകർത്തിവെച്ച തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ 10-ാം പൂര ദിവസം അമ്മയ്ക്കരികിലേക്ക് എത്തിക്കണമെന്നത് ഈ വലിയ കലാകാരന്മാരുടെ ആഗ്രഹമായിരുന്നു. കോട്ടയ്ക്കൽ സ്വദേശികളായ ഹരിയും ശ്രീഹരിയുമാണ് ഇങ്ങനെയൊരു വിസ്മയം തീർത്തത്. സഹോദരങ്ങളായ ഇവർ 3 മാസം കൊണ്ടാണ് ആനകളെ നിർമ്മിച്ചെടുത്തത്. CMA വിദ്യാർത്ഥിയായ ശ്രീഹരിയും എറണാകുളം അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന ഹരിയും തങ്ങൾക്ക് കിട്ടുന്ന ഒഴിവുവേളകളിലാണ് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. 10 വർഷമായി ഹരി ശില്പ നിർമ്മാണ രംഗത്തുണ്ട്. പ്രശസ്തമായ ആനകളുടെ ശില്പങ്ങൾ നിർമ്മിച്ച തൃശൂർ ആനയൂട്ടിന് ഇവർ എക്സിബിഷനും സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ കിട്ടുന്ന സമയം പാഴാക്കാതെ മംഗലാംകുന്ന് കർണനെ നിർമ്മിക്കുന്ന പണിപ്പുരയിലാണ് ഇരുവരും. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.